ഫണ്ടമെന്റൽസ് ആൻഡ് ബേസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഫസ്റ്റ് ടോപ്പിക് ഇൻട്രൊഡക്ഷൻ ടു ഗ്രാഫിക് ഡിസൈൻ. എന്താണ് ഗ്രാഫിക് ഡിസൈൻ? നമുക്ക് ആദ്യം ഇതിൻ്റെ ഇംഗ്ലീഷ് ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ഗ്രാഫിക് ഡിസൈനിങ് ഈസ് ദി പ്രോസസ് ഓഫ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് പ്രോബ്ലം സോൾവിംഗ് ത്രൂ ദി യൂസ് ഓഫ് ടൈപ്പോഗ്രഫി, ഐക്കണോഗ്രഫി, ഫോട്ടോഗ്രഫി ഓർ ഇല്ലുസ്ട്രേഷൻ. അതായത് ഗ്രാഫിക്കൽ എലമെൻറ്റ്സ് ആയിട്ടുള്ള ഫോട്ടോസ്, ഐക്കൺസ്, ടെക്സ്റ്റ്, ചിത്രങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഒരാളുമായിട്ട് ആശയവിനിമയം നടത്താനോ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനോ ഉപയോഗിക്കുന്ന പ്രോസസ്സാണ് ഗ്രാഫിക് ഡിസൈനിങ്. ഇതായിരുന്നു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ഡെഫിനിഷൻ. ഇനി എൻ്റേതായിട്ടുള്ളൊരു ഡെഫിനിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ചിത്രങ്ങളോ അക്ഷരങ്ങളോ ഉപയോഗിച്ച് നമ്മൾക്ക് കിട്ടുന്ന ഡേറ്റയെ ഇൻഫർമേഷനാക്കി മാറ്റി ഫിസിക്കലോ വെർച്വലോ ആയ മീഡിയത്തിലൂടെ ഉപഭോക്താവിലേക്ക് എത്തിക്കുന്ന പ്രക്രിയയാണ് ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറയുന്നത്. അതായത് വിവരങ്ങളെ കണ്ടു മനസ്സിലാക്കാൻ സാധിക്കുന്ന അറിവാക്കി മാറ്റുക. ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സോൾവ് ചെയ്യുന്ന പ്രോബ്ലം എപ്പോഴും ഇൻഫർമേഷനുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. അതായത് ഒരാൾക്ക് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തണം, അയാളുടെ കയ്യിൽ സ്വന്തമായിട്ടൊരു വാഹനവുമില്ല. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷൻ എന്താണ്? അതിനുള്ളൊരു സൊല്യൂഷനാണ് KSRTC അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ബസ്. ആ ഒരു സൊല്യൂഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം ബസ് ഉണ്ടാക്കുക എന്നത് ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയറുടെ കടമയാണ്. അതേസമയം ബസ് അയാളുടെ വീട്ടിലേക്ക് വരില്ല. അപ്പോൾ എവിടെ നിന്ന് കഴിഞ്ഞാൽ ബസ് കിട്ടുന്നുള്ളത് ആൾ അറിഞ്ഞിരിക്കണം. ഇതിനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെയൊരു സൈൻ നമ്മൾ റോഡിനരികിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ടെന്നും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ബസ് കിട്ടുമെന്നും തനിക്ക് എത്തേണ്ടടുത്ത് എത്താൻ സാധിക്കുമെന്നും അയാൾക്ക് മനസ്സിലാകും. ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് നമ്മൾ ഗ്രാഫിക് ഡിസൈനേഴ്സാണ്. അതായത് ഇയാൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ബസ് കിട്ടുമെന്നുള്ളത് ഒരു ചിത്രം വഴി നമ്മൾ എളുപ്പത്തിൽ അയാളിലേക്ക് എത്തിച്ചു. നമ്മളൊരു കാര്യം കേൾക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ പതിയുന്നതിനേക്കാൾ ആഴത്തിൽ നമ്മളൊരു കാര്യം കാണുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ പതിയും. നമ്മൾ കാണുന്നത് എത്രത്തോളം സ്ട്രൈക്കിംഗ് ആണോ അത്രത്തോളം ആഴത്തിലായിരിക്കും ഇത് നമ്മുടെ മനസ്സിൽ പതിയുക. നമ്മളുടെ കയ്യിലുള്ള ഇൻഫർമേഷൻ കഴിയുന്നത്ര ആഴത്തിൽ ഒരു യൂസറിൻ്റെ മനസ്സിലേക്ക് എത്തിക്കുക എന്നതാണ് ഒരു ഗ്രാഫിക് ഡിസൈനറുടെ കടമ. പ്രോപ്പറായിട്ട് ലിഖിത ഭാഷ രൂപപ്പെട്ടു വരുന്നതിന് മുൻപ് തന്നെ ഗ്രാഫിക് ഡിസൈനിങ് എന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ശിലായുഗ കാലഘട്ടത്തിലുള്ള ലാസ്കോക്സ് ഗുഹകളിലെ ചുമർ ചിത്രങ്ങളിൽ നിന്ന് ഇത് തുടങ്ങുന്നു. ബാബിലോണിയൻ കാലഘട്ടത്തിൽ ഭരണാധികാരിയുടെ മുദ്ര പതിപ്പിച്ച ഇഷ്ടികകൾ ഉപയോഗിച്ച് സൃഷ്ടിച്ച നിർമ്മിതികൾ രാജാവിൻ്റെ പ്രൗഢിയെ കാണിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു. ഭരണാധികാരികൾ ആരാണെന്നും അവരുടെ സംഭാവനകൾ എന്താണെന്നും എഴുതി വയ്ക്കുന്നതിലും എളുപ്പം ഒരു ബ്രാൻഡിങ് ക്രിയേറ്റ് ചെയ്ത് ആ മുദ്ര ആൾക്കാരിലേക്ക് എത്തിക്കുന്നതാണെന്ന് അന്നേ അവർ മനസ്സിലാക്കിയിരുന്നു. ഇന്ന് കാലം ഇത്ര കഴിഞ്ഞിട്ടും അതിൽ വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഇന്നും നമ്മൾ വലിച്ചു നീട്ടി വിവരങ്ങൾ എഴുതി വയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ചിത്രങ്ങളിലൂടെ അത് മനസ്സിലാക്കാനായിട്ടാണ്. വാക്കുകൾക്ക് വാളിനേക്കാൾ മൂർച്ചയുണ്ടെന്ന് നമ്മൾ പല സന്ദർഭങ്ങളിലും കേട്ടിട്ടുണ്ട്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ വാക്കുകളേക്കാൾ മൂർച്ച ചിത്രങ്ങൾക്കുണ്ട്. ഇതിനെ ആയുധമാക്കി നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിലെത്തുന്നവരാണ് നമ്മൾ ഗ്രാഫിക് ഡിസൈനേഴ്സ്. നമ്മൾ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണുന്ന ഓൾമോസ്റ്റ് എല്ലാ മാൻമെയ്ഡ് വസ്തുവിൻ്റെ പുറകിലോ അല്ലെങ്കിൽ മുകളിലോ ഗ്രാഫിക് ഡിസൈനിങ് ഉണ്ടായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ ചുറ്റും നോക്കുക. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ഒരു പാക്കേജിംഗ് ബോക്സ്, അല്ലെങ്കിൽ നിങ്ങൾ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിലെ ഡിസൈൻ, അതുമല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലെ മൊബൈലിൻ്റെ മുകളിലെ ലോഗോ, അങ്ങനെ എല്ലായിടത്തും ഗ്രാഫിക് ഡിസൈനിങ് ഉണ്ട്. അഥവാ ഇനി നിങ്ങൾ പുറത്താണെന്നുണ്ടെങ്കിൽ റോഡിൽ നിങ്ങൾ കാണുന്ന അഡ്വർടൈസ്മെൻറ്റ് ബോർഡ്സ്, വണ്ടിക്ക് മുകളിലുള്ള ഗ്രാഫിക്സ്, അതേപോലെ റോഡിലെ സൈൻസ്, ഇതെല്ലാം ഒരു ഗ്രാഫിക് ഡിസൈനറുടെ ക്രിയേഷനാണ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് നമ്മൾ പറയുന്ന പോലെ ഉപ്പിൻ്റെ പാക്കറ്റ് തൊട്ട് കർപ്പൂരത്തിൻ്റെ പാക്കറ്റിൽ വരെ ഗ്രാഫിക് ഡിസൈനിങ് ഉണ്ട്. ഒരു പ്രൊഡക്റ്റിനെയോ ഐഡിയയോ വിൽക്കാൻ ഗ്രാഫിക് ഡിസൈനിങ് വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. നമ്മൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്ത് തന്നെയായാലും അതിൻ്റെ ഡിസൈനിങ്ങിൽ നിന്ന് തന്നെ ഗ്രാഫിക് ഡിസൈനിങ്ങും തുടങ്ങും. നമ്മുടെ മനസ്സിലുള്ള ഒരു ഐഡിയ മറ്റേയാൾ വ്യക്തമായി മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അത് വ്യക്തമായ രീതിയിൽ ചിത്രങ്ങളും വാക്കുകളും ഉപയോഗിച്ച് പ്രസൻറ്റ് ചെയ്യണം. പിന്നീട് ആ പ്രൊജക്റ്റ് യൂസറിനെ അട്രാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് എന്ത് കളർ കൊടുക്കണം, എന്ത് ഗ്രാഫിക്സ് യൂസ് ചെയ്യണം, അതിനെ എങ്ങനെ ബ്രാൻഡ് ചെയ്യണം, ഐഡൻറ്റിറ്റി എങ്ങനെ ഉണ്ടാക്കിയെടുക്കണം, അതിനുശേഷം ആ പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെ മാർക്കറ്റ് ചെയ്യാനുള്ള അഡ്വർടൈസ്മെൻറ്റ് എങ്ങനെ ചെയ്യണം, അങ്ങനെ എല്ലാ ഘട്ടത്തിലും ഒരു ഗ്രാഫിക് ഡിസൈനറിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഗ്രാഫിക് ഡിസൈനറുടെ ജോലി സാധ്യതകൾ അനേകമാണ്. എന്നാൽ ഒരു ഗ്രാഫിക് ഡിസൈനർ വളരെ മികച്ചൊരു ചിത്രകാരനായിരിക്കണോ? ഒരിക്കലുമല്ല. നന്നായി വരയ്ക്കാനുള്ളൊരു കഴിവ് ഒരു ആഡ് ഓൺ ആണെങ്കിലും ഒരു ഗ്രാഫിക് ഡിസൈനർ ഒരിക്കലും മികച്ചൊരു ചിത്രകാരനായിരിക്കണമെന്ന് നിർബന്ധമില്ല. ഉദാഹരണം ഞാൻ തന്നെയാണ്. ബേസിക് ആയിട്ടുള്ള ആർട്ടിസ്റ്റിക് മൈൻഡും ക്രിയേറ്റീവ് തിങ്കിങ്ങും കളർ സെൻസും ഒക്കെ ഉണ്ടെങ്കിൽ ആർക്കും നല്ലൊരു ഡിസൈനർ ആകാം. അതിനായി നമ്മൾ എടുക്കേണ്ട എഫർട്ട് എന്ന് പറഞ്ഞാൽ ഡിസൈനിങ് ഫണ്ടമെൻ്റൽ മനസ്സിലാക്കുകയും ടൂൾസ് പഠിച്ചെടുക്കുകയും റിപ്പീറ്റായി വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് നേടുകയും എന്നതാണ്. ഈ ഒരു കോഴ്സിലൂടെ നമ്മൾ അതിനാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്.